എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പി ആയാലോ. ക്യാരറ്റ് ഹൽവ നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഒരാൾ വരുമോ ഇനി അതല്ല വീട്ടിലെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് വളരെ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കിലോ ക്യാരറ്റ്, ഇങ്ങനത്തെ ക്യാരറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ ക്യാരറ്റ് ആയാലും മതി. ഇത് നല്ലോണം ഒന്ന് തോല് ചീകിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമുക്ക് കണ്ടില്ല ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണേ ഇടാവൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നെയ്യ് ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ക്യാരറ്റിന് അത്രയല്ലേ വേവുള്ളൂ. അപ്പോൾ അതാ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ക്യാരറ്റ് പിന്നെ നല്ലോണം വെന്തോളും. അപ്പോൾ അത് റെഡി ആകട്ടെ. ഇനി നമ്മൾ മൂടി തുറന്നതിന് ശേഷം 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് പാൽ തിളക്കുന്നവരെ ഒന്ന് മൂടി വെച്ചാൽ മതി. പിന്നെ മൂടി എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലോണം കണ്ടില്ലേ, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിടാം കേട്ടോ. നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ആ പാലിലുള്ള മൊത്തം വെള്ളം എല്ലാം വറ്റി വരണം. വറ്റി വരുന്നവരെ അടി പിടിച്ചൊന്നും പോവില്ല. എന്നാലും നിങ്ങളൊന്ന് അടുത്ത് നിന്നിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനിന്ന് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. 1/4 കിലോ ക്യാരറ്റിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണേ ഉള്ളത്. അപ്പം പെട്ടെന്ന് പഞ്ചസാര ഒന്ന് ഉരുകി ഈ ക്യാരറ്റിനൊരു വെള്ളം കാണും, കണ്ടോ, ഒരിളക്കം കൊടുത്ത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൽ ഇനി ചേർക്കുന്നത് പാൽഗോവ ചേർക്കും. ഈ സമയത്ത് എനിക്കിപ്പം പാൽഗോവ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ പാൽ കാച്ചിയ പാൽപ്പാട 1 ടേബിൾ സ്പൂൺ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളെടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും വെറും 1 കപ്പ് പാൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കും. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര എക്സ്ട്രാ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 10 ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് മുറിച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വറ്റി വരട്ടെ. വറ്റി വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇതിലങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പം വേണമെങ്കിൽ ഏലക്കായ് പൊടി ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, ഇവിടെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ കണ്ടോ നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ആദ്യം ബദാം നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി, ഇതെല്ലാം ഒരു 10 അത്രയേ വേണ്ടൂ. ഇതിന് പ്രത്യേകിച്ച് നെയ്യിലിട്ട് പൊരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം നമ്മൾ ചേർത്ത 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ നമ്മൾ പാൽപ്പാടയും പാലും അല്ലേ, അപ്പോൾ അതെല്ലാം വറ്റുമ്പോൾ എന്തായാലും നെയ്യ് തന്നെ ആയിരിക്കുമല്ലോ. കണ്ടില്ലേ, റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ചൂടോട് കൂടി വിളമ്പാൻ പറ്റിയ അടിപൊളി ഹൽവ റെഡി. കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.